ഐ വിൽ ടെൽ യു ഹൗ ഐ ഫൗണ്ട് മൈ പാഷൻ. ഞാൻ +2 കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത മുതലേ എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആസ്പെക്ട്സിനോട് നല്ല താല്പര്യമായിരുന്നു. കാരണം ഞാൻ ഫുള്ള് പോണ് ഡ്രഗ്സ് ഫുള്ള് ഒരു ഗോൾസും ഇല്ലാത്ത ചങ്ങായിമാരപ്പം ഇങ്ങനെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഒരു ലൈഫിലുള്ള സ്ട്രക്ചർ ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ നടന്നാൽ പോരാ, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറേ പൈസ ഉണ്ടാക്കാനും കാര്യങ്ങൾ അങ്ങനെ കുറേ പഠിക്കണം. അങ്ങനെ ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഹെൽത്തിൽ അതുപോലെ തന്നെ എൻ്റെ മൈൻഡ് സെറ്റിൽ കാര്യത്തിനൊക്കെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് അതൊക്കെ ബെറ്റർ ആക്കി കൊടുത്തി. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതെന്തായി മാറി, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയായി മാറി. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി, നേരത്തെ എണീക്കുക, ബുക്കുകൾ വായിക്കുക, നല്ല ഗോൾസുകൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടി വർക്ക് ചെയ്യാം, ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയായി മാറി. സോ ഒരു കൊല്ലം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുപ്പം മുതൽ എനിക്കുള്ള എബിലിറ്റിയാണ്, അല്ലെങ്കിൽ എനിക്കുള്ള ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. ഞാൻ എന്ത് സംഭവം പഠിച്ചാലും അത് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, അതായത് ടീച്ചിങ്. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇതിനെക്കുറിച്ച് പഠിച്ചാൽ എനിക്കൊരു മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനൊരു ത്വരയാണ്, അത് എനിക്കൊരു ഇഷ്ടമാണ്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, വൈ ഐ ക്യാൻ സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ. എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് നോളജ് ഉണ്ട്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയാനും എനിക്കറിയാം, അതിനുള്ള ടീച്ചിങ്ങിന് എബിലിറ്റി ഉണ്ട്, അതിനായിട്ട് ടീച്ചിങ്ങിനുള്ള താല്പര്യമുണ്ട്. വൈ ഐ ക്യാൻ, ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് ചാനലിലേക്ക് തുടങ്ങിക്കോടാം. സോ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബായി ഫൈനൽ എൻ്റെ പാഷന്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ഫൈൻഡ് യുവർ പാഷൻ. സോ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ, ലൈക്ക് ഈ ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, ഹെൽത്ത്, പെർഫോമൻസ്, കോഗ്നിറ്റീവ് ടാസ്ക്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കൽ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ, പാഷൻ ഈസ് നോട്ട് യു ബോൺ വിത്ത്, ഇറ്റ് ഈസ് എ ബിൽഡ് യു ഡൂയിങ് ലവ് തിങ്സ്. അതായത് പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സംഭവമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പാഷനായിട്ട് മാറണം. ഇപ്പം എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബ് ചാനൽ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ലായിരുന്നു എൻ്റെ പാഷനായി മാറുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ ഞാൻ ചാനൽ തുടങ്ങുന്നോ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നു കരുതിയിരുന്നു. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളെ ഹെൽത്ത് ബെറ്റർ ആക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല ബുക്കുകൾ വായിക്കുക, നോളജ് ഇൻക്രീസ് ആക്കുക, അങ്ങനത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയസ് നല്ല ഇഷ്ടമാണ്, അത് ചെയ്യാൻ നല്ല താല്പര്യമാണ്. അതുപോലെ തന്നെ ആണെങ്കിലോ ടീച്ചിങ് എനിക്ക് നല്ല താല്പര്യമാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലാക്കി മാറ്റി. സോ ഇതാണ് നമ്മൾ ഏത് സംഭവമായാലും പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു കഴിവ് കിട്ടണതല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ അതിലൂടെ ഒരു സാധനം നമ്മളെ പാഷനായി മാറണം. സോ ഞാൻ ഇക്കിഗായി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പാഷൻ എങ്ങനെ ഐഡന്റിഫൈ എന്ന് പറഞ്ഞത്. ഇക്കിഗായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ ബുക്ക് വായിച്ചിട്ടുണ്ടാവും. സോ ഇക്കിഗായിൽ മെയിനായിട്ട് 4 ഫ്രെയിം വർക്ക് പറയണത്: വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ദി വേൾഡ് നീഡ്സ് ആൻഡ് വാട്ട് ക്യാൻ ബി പെയ്ഡ് ഫോർ. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വാട്ട് യു ലവ്, അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ ഇതിൽ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ലാസ്റ്റ്, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് യു ലവ്, അതായത് വാട്ട് യു ലവ് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് പാടാൻ ഇഷ്ടമുള്ള ആൾക്കാർ, മൂപ്പർക്ക് എപ്പോഴേക്കാരും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം കിട്ടുക മൂപ്പര് പാട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് എഴുതുമ്പോൾ, പാട്ട് പാടുമ്പോൾ. സോ അപ്പം നിങ്ങൾക്ക് ഏത് സംഭവം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്? കുക്കിങ്, കണ്ടന്റ് ക്രിയേഷന്, വീഡിയോ എഡിറ്റിങ്, ബിസിനസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് എന്ത് സംഭവം ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടണത് അത് കണ്ടെത്തുക. വാട്ട് യു ലവ്, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസുകൾ കണ്ടെത്തുക. സോ രണ്ടാമത് ഞാൻ പറയുന്നത് പാഷനെ കണ്ടെത്താനല്ല, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട സംഭവങ്ങളെ കണ്ടെത്താനാണ്. പാഷൻ ഇത് കൂടെ പാടെ ചേരുമ്പോൾ പാഷനായി മാറുന്നതാണ്. സോ പാഷൻ ഒരിക്കലും നമുക്ക് കിട്ടൂല. ഞാൻ പിന്നെയും പറയുകയാണ്, ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്, തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ് പാഷൻ നമുക്ക് കിട്ടണതാണ്. പാഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമാണ്. നമ്മൾ ഓരോ ദിവസം ചെയ്യണ ഹാബിറ്റ്സ്, ടാസ്കുകളുടെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കിട്ടുന്ന സംഭവമാണ് നമുക്ക് പാഷൻ. സോ ഫസ്റ്റ് തന്നെ വാട്ട് യു ലവ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, ആക്ടിവിറ്റീസുകൾ. രണ്ടാമത്തേണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതായത് നിങ്ങൾക്ക് എന്ത് സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു എഫേർട്ട്ലെസ് തോന്നുന്നത്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ ആ സംഭവം ചെയ്യുമ്പോൾ വലിയ ഇടങ്ങാറൊക്കെ ആയിക്കാരം മറ്റുള്ള ആൾക്കാർക്ക്. നേരെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോഴോ അത് എൻജോയബിൾ ആയിക്കാരം. കുറച്ച് ചിലപ്പോൾ അതിൽ റിസ്ക്കുകളും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും കൂടി ഈസി ആയിക്കാരം അങ്ങനത്തെ ആക്ടിവിറ്റികൾ. സോ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ലാസ്റ്റ്, അപ്പോൾ ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. മൂന്നാമത്തെ സംഭവമാണ് വാട്ട് ദി വേൾഡ് നീഡ്സ്. പണ്ടത്തെ വേൾഡ് അല്ല, നമ്മളിപ്പോഴത്തെ വേൾഡ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 20 കൊല്ലത്തിൽ എന്താണ് നമ്മളെ വേൾഡിന് ആവശ്യം, ആ നീഡ്സ്. അതായത് നിങ്ങൾ വാട്ട് യു ലവ്, നിങ്ങൾ എന്തോ ഒരു സംഭവത്തെ ഇഷ്ടപ്പെട്ടു, ആ സംഭവങ്ങൾ കണ്ടെത്തി. വാട്ട് യു ഗുഡ് ആർ അറ്റ്, ആ സംഭവത്തിൽ നിങ്ങൾക്ക് ഗുഡാണ്, നിങ്ങൾക്ക് ആ സംഭവം ചെയ്യാനും പറ്റും. പിന്നെ വേൾഡിന് നീഡ്സ് വേണം. നിങ്ങൾക്ക് ആ സംഭവം ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മളെ വേൾഡിന് ഇപ്പോൾ അത് നീഡാവണം, അത് ആവശ്യമാണ്. സോ നാലാമത്താണ്
വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ആ സംഭവം നിങ്ങൾക്ക് ചെയ്താൽ അതിന് മണി ഏൺ ചെയ്യാൻ പറ്റണം. എന്നാലാണ് ഒരു പാഷനായിട്ട് മാറണം. ഇനി ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. വാട്ട് യു ലവ്. എനിക്ക് ഏറ്റവും ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന സംഭവം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. നേരത്തെ എണീക്കുക, ബുക്ക് വായിക്കുക, പ്രയർ കാര്യങ്ങൾ, വീഡിയോ ഷൂട്ട് ചെയ്യുക, ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുക, നല്ല ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുക, നല്ല ഫുഡുകൾ കഴിക്കുക, നല്ല ഉറക്കം ബോഡിക്ക് കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, ആൾക്കാരായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം. അതിനെക്കുറിച്ച് ഞാൻ കുറേ നോളജ് ഉണ്ടാക്കിയിരിക്കണം. കുറേ ഈ നോൺ ഫിക്ഷനൊക്കെ ബുക്കൊക്കെ വായിച്ചിട്ടും കൺസ്യൂം ചെയ്തിട്ടും പോഡ്കാസ്റ്റ് കേട്ടിട്ടും കുറേ വായിച്ച് കുറേ പഠിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്താക്കി എക്സ്പീരിയൻസ് ആയതാണ് ഒരു 1-1.5 വർഷം കൊണ്ട്. സോ അത് അപ്പം ഞാൻ പറഞ്ഞു വാട്ട് യു ലവ്, വാട്ട് യു ഗുഡ് ആർ അറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതൽ എനിക്ക് ഫീൽ ചെയ്തുള്ളൊരു സംഭവമാണ് ഞാൻ എന്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാലും അതിൽ എൻ്റെ ഒരു രീതിയും കൂടി ഞാൻ ആഡ് ചെയ്താണ് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. ഗുഡാണ്. എനിക്ക് അതിൽ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ക്ലാസ് കുട്ടികൾക്ക് അങ്ങനെയല്ല, ട്യൂഷൻ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ത് പഠിക്കുമ്പോഴും ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം വരെ ഞാൻ പഠിക്കൽ. ഒരാൾ മുന്നിൽ ഉണ്ട് എന്ന് ഇമേജിൻ ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്കൊന്നും കൂടി പഠിക്കാൻ പറ്റും. മൂന്നാമതാണ് വാട്ട് ദി വേൾഡ് നീഡ്സ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സംഭവം യൂട്യൂബ് ചാനലിൽ ഇത്രയും നല്ല ഇങ്ങനത്തെ കണ്ടന്റുകൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മളിപ്പോഴത്തെ പ്രത്യേകിച്ച് മോഡേൺ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. കാരണം യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പോണിൻ്റെ ഫുള്ള് ഡ്രഗ്സ് അങ്ങനത്തെ അഡിക്ഷൻ ആയിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. സോ ഓൽക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയി എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോസും കണ്ടന്റും ഓൽക്ക് ഹെൽപ്ഫുള്ളാണ്. സോ ലാസ്റ്റത്തെ വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ ഇറ്റ്. ഇതിൽ നിന്ന് എനിക്ക് പൈസ ഏൺ ചെയ്യണമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ്. ഇപ്പോൾ ഏണിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. സോ നമുക്ക് യൂട്യൂബിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ സർവീസോ നമ്മുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഏൺ ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്കൊരു ഇക്കിഗായിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ നിങ്ങൾ ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു പേനയും പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംഭവം ചെയ്യുമ്പോഴാണ് ഇഷ്ടമുള്ളത്, നിങ്ങൾ ആ സംഭവത്തിൽ ഗുഡാണോ, നിങ്ങൾക്ക് ആ സംഭവം ചെയ്യുമ്പോൾ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, മൂന്നാമത്തെ ആ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇത് നമ്മളപ്പുറത്തെ റിയൽ വേൾഡിന് ആവശ്യമുണ്ടോ, നാലാമത്തത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിന് പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് ഈ 4 സംഭവങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതാണ് നിങ്ങളെ പാഷന്. അതിനെ ഫോളോ ചെയ്യാം, അതിനെ അങ്ങനത്തെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. സോ ഫസ്റ്റ് പറഞ്ഞ മാതിരി ആ സംഭവം പിന്നെ ഞാൻ ഓർക്കുകയാണ്. കാരണം ഒരിക്കലും പാഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പാട്ട് പാടാൻ കഴിവുണ്ട് എഴുതിയാണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ അതിൻ്റെ പിന്നാലെ പോകല്ല വേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താ, എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ടീച്ചിങ്ങും ഇഷ്ടമാണ്. അതും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ അപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ അത് നിങ്ങളെ പാഷനായി മാറണം. So I hope you can understand this video. See you in the another video.